ഹലോ ഗൈസ്, ഇന്ന് എത്തിപ്പാടെ ക്യാമറ ഓൺ ആക്കി വെച്ച് അതിന്റെ മുന്നിൽ നിന്നുകൊണ്ട് കുറച്ച് കോപ്പറയും കാട്ടി. അത് കണ്ട് ഗസ്റ്റ് വന്ന് ആകാണ്ട് കൊളാക്കി. അന്തം വിട്ട് വീഡിയോ എടുത്ത് നിന്നപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ, ക്രീം പഫ് ഉണ്ടാക്കണ്ടല്ലോ. അപ്പൊ തന്നെ എന്റെ കോപ്പറയങ്ങൾ അവസാനിപ്പിച്ച് നേരെ കിച്ചൺ കൺമണ്ട് 2 ലിറ്റർ വെള്ളത്തിക്ക് 1 കിലോന് അൺസാൾട്ടഡ് ബട്ടർ, ഒരു നുള്ളു ഉപ്പ്, 100 ഗ്രാം പഞ്ചസാര, ഇതെല്ലാം കൂടി ഗ്യാസ് അടുപ്പുമ്പോഴാണ് വെക്കുക. വെള്ളം തളിച്ച് ബട്ടർ മെൽറ്റ് ആവേണ്ടി കാത്തിക്കണം. അപ്പൊ നമ്മൾ നേരെ അടുത്ത പരിപാടിക്ക് കിടക്കാം. ഒരു ബൗൾ കൊണ്ട് എടുത്തുകാണ്ട് 1,600 മൈദ അങ്ങോട്ട് ഇടുക. വേറൊരു ബൗൾ എടുത്തുകാണ്ട് അതിക്കൊരു 40 പീസ് എഗ്ഗ് പൊട്ടിച്ചിടുക. ഇതെല്ലാം പാടെ കഴിയുമ്പോൾ നമ്മൾ നേരത്തെ തളപ്പിച്ചാൻ വെച്ച സാധനം എന്തായാലും തളിച്ചിട്ടുണ്ടാവും. ബട്ടറൊക്കെ മെൽറ്റ് ആയിക്കണമെന്ന് ഉറപ്പ് വരുത്തിയതിന്റെ ശേഷം നേരത്തെ എടുത്ത് വെച്ച് മൈദ എല്ലാം കൂടി അയക്കാൻ അങ്ങോട്ട് കൊട്ടുക. പൊറാട്ട കഴിക്കണ മാതിരി കുഴക്കരുതിട്ട് കുറച്ച് സ്നേഹമൊക്കെ വാരി വിതർത്തി ആക്കം പോലെ കുഴച്ച് മിക്സ് ആക്കി എടുക്കുക. മൈദ ഫുള്ള് മിക്സ് ആയിക്കണമെന്ന് ഉറപ്പ് വരുത്തിയതിന്റെ ശേഷം എല്ലാം പാടെ സ്റ്റാൻഡ് മിക്സർ കൊണ്ട് കൊട്ടുക. നല്ലോണം ചൂടാറാൻ വേണ്ടിയിട്ട് കുറച്ചേരം മിക്സിയിലിട്ട് കണ്ട് കറക്കുക. ചൂടാറിയെന്ന് ഉറപ്പ് വരുത്തിയതിന്റെ ശേഷം നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച 40 എഗ് ഉണ്ടല്ലോ, അതിന്റെ മഞ്ഞ യോക്ക് മാത്രം കുറച്ച് ഇട്ട് കൊടുക്കുക. യോക്ക് ഫുള്ള് ഇട്ട് കഴിഞ്ഞ് ഉറപ്പ് വരുത്തിയതിന്റെ ശേഷം ആ ബാക്കിയുള്ള എഗ് വൈറ്റ് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എല്ലാം പാടെ വെച്ച് ഇതേമാതിരി കൊളയിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മൈദപ്പൊടി ഇട്ടാണ് ശരിയാക്കി എടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഒരു പൈപ്പിംഗ് ബാഗ് എടുത്ത് കൊടുക്കുന്നുണ്ട് അയക്കണം കുത്തി നിറക്കെല്ലാം കൂടി. ഒരു ട്രേ അങ്ങോട്ട് എടുത്തുകൊണ്ട് അതിൽ ബട്ടർ പേപ്പർ കൊണ്ട് വിരിച്ച ഇതേമാതിരി നല്ല സുന്ദരികളായിട്ടുണ്ട് പൈപ്പ് ചെയ്യുക. കുറച്ച് ഗ്യാപ്പ് ഇട്ട് വേണട്ടാ പൈപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ ഓവന്റെ ഉള്ളിൽ വെക്കുമ്പോൾ കൂടിച്ചേരകൾ ആരംഭിക്കും. ഏതായാലും എല്ലാം കൂടി കഴിഞ്ഞതിന് ശേഷം ഓവന്റെ ഉള്ളിൽ കൊണ്ട് വെക്കുക. ടെമ്പറേച്ചർ കറക്റ്റ് 180 30 മിനിറ്റ് കൊണ്ട് വേവിച്ചെടുക്കുക. 30 മിനിറ്റ് ആയി കഴിഞ്ഞാൽ ഓവൻ നൊലോൽച്ചേര കൊടുക്കും. അപ്പൊ തന്നെ മണ്ടിയാണ് വന്നുകൊണ്ട് ഓവൻ തുറന്നു നോക്കുക. കരിഞ്ഞക്കണ ഒട്ടിപ്പിടിച്ചക്കണ എന്നൊക്കെ നോക്കണല്ലോ. അപ്പൊ തന്നെ ട്രേ എടുത്തുകൊണ്ട് പുറത്തേക്ക് വെക്കുക. ചൂടാറാൻ വേണ്ടിട്ട് നല്ലോണം അങ്ങോട്ട് കാത്തുക്കുക. ചൂടാറി കഴിഞ്ഞതിന്റെ ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ക്രീം കൊണ്ട് ഫില്ലിംഗ് കൊടുത്തുകൊണ്ടാണ് തിന്നുക. നല്ല റാഹത്ത് ബർക്കത്തുള്ള കിൻഡ്രാമണി സാധനക്കാരം.